നമസ്കാരം. ഇന്ന് ഞാൻ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കാവ്യത്തിലെ കംസമന്ത്രം എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണ് ആലപിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തിലോട്ട് കടക്കാം. കാർവർണ്ണനായൊരു പാദപം തങ്കീഴെ മേവി വിളങ്ങിന നൽത്തണലിൽ നിന്നു വിളങ്ങുന്ന ഗോപാലരെല്ലാരും ഒന്നൊത്തുകൂടി നിന്നൊരു നാൾ ദേവിയെ പൂജിക്ക വേണമെന്നെന്നിട്ടു കാവിലകം പുക്കാർ കാന്തിയോടെ പൂജയ്ക്കു വേണുന്ന സാധനമോരോന്നേ പൂരിച്ചു വന്ന നേരം അംബിക തന്നുടെ പൂജ തുടങ്ങിനാർ അംബുജലോചനനോടും കൂടി ദാനങ്ങളെ കൊണ്ടു ഭൂദേവന്മാരുടെ ദീനത പോക്കിനാരായ വണ്ണം അംബിക പൂജ കഴിഞ്ഞു തുടങ്ങുമ്പോൾ അന്തിയായി വന്നിത കാലം നേരെ അന്നുരാവെല്ലാം കാനനം തന്നിലെ നിന്നു വിളങ്ങിനാർ വല്ലവന്മാർ പാതിരാ നേരത്തുറങ്ങി നിന്നിടുമ്പോൾ പാപിയായുള്ളൊരു പാമ്പു വന്ന് നിദ്രയെ പൂണ്ടുള്ള നന്ദൻ പാദത്തെ സത്വരം ചെന്നു വിഴുങ്ങിയതപ്പോൾ നന്ദൻ്റെ രോദനം കേട്ടുള്ള ഗോപന്മാർ സന്നദ്ധരായങ്ങുണർന്നുടനെ കൊള്ളികൊണ്ടെല്ലാരും പാമ്പിനെ തല്ലിനാർ തള്ളി വിടുർപ്പതിനായിലാർക്കും അച്ഛൻ്റെ രോദനം കേട്ടൊരു നേരത്തങ്ങച്യുതൻ താനുമങ്ങോടിച്ചെന്നാൻ പാവനമായൊരു പാദം കൊണ്ടന്നേരം പാമ്പിനെ ചെന്നു ചവിട്ടിനാൻ താൻ പാപമായുള്ളൊരു കൂരിരുട്ടിന്നൊരു ദീപമായി നിന്നൊരു പാദം മെയ്യിൽ തട്ടിയ നേരത്തു പെട്ടെന്ന് പാമ്പുതാൻ മറ്റൊരു രൂപത്തെ പൂണ്ടു നിന്നു. ആരു നീ എന്നിങ്ങനെ ചോദിച്ചു നിന്നൊരു കാർവർണ്ണൻ തന്നോടു ചൊന്നാൻ പിന്നെ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കാവ്യത്തിലെ കംസമന്ത്രം എന്ന ഭാഗമാണ് ഞാനിവിടെ ആലപിച്ചത്. നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.